റബ്ബേ കാത്തോളേ. ആ വളവാണ്. കേട്ടോ നോക്കണേ, വളവാണോ നിന്നോട്? അല്ല ഗൈസ്കളിത് കേക്കുണ്ടോ? പിന്നെ വളവുള്ളടത്തുനിന്ന് ഓടിക്കണം കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിൽ ഇയാള് പറയും, അപ്പോഴേ ബാക്കിൽ ഇരിക്കണേ എനിക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വൈഫിനൊക്കെ ഡ്രൈവിങ് പഠിപ്പിക്കുക എന്നുണ്ടെങ്കിൽ മാക്സിമം ഓരോ മോട്ടറാക്കണം, മാക്സിമം ഓരോ കത്തിക്കണം. ഐശുവിന്റെ ഈ ഫേസ് കണ്ടിട്ട് കേക്ക് എന്താണ് തോന്നുന്നത്? ഐശുവിന് വണ്ടി ഓട്ടുമ്പോ പേടി ഉണ്ടോ അതോ പേടിയില്ലാത്ത പോലെ അഭിനയിക്കുകയാണോ? അന്നിങ്ങനെ പൊക്കി പറയുമ്പോ എനിക്കൊരു സന്തോഷമൊക്കെ, പക്ഷെ ബാക്കിൽ ഇരിക്കണ എനിക്ക് ചെറുതായിട്ടൊരു പേടി. ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഐശു വണ്ടി എടുക്കുകയാണ്. രാത്രി എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. ഐശു വണ്ടി എടുക്കാൻ പോവാണ് ഗൈസ്, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ? മാസങ്ങൾക്ക് ശേഷം. എത്ര മാസമായിട്ട് ചോദിച്ചു? കൊറേ കാലം പറഞ്ഞാല് ഒരു 6 മാസമൊക്കെ ഉണ്ടാവൂലേ? ഒരു 6 മാസമായി ഐശു ബൈക്കോട്ടലിൽ നിർത്തി വെച്ചിട്ട്. അങ്ങനെ 6 മാസത്തിന് ശേഷം ഐശു വീണ്ടും വണ്ടി എടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് വണ്ടി ഓട്ടുന്നുണ്ട് ഐശു. ഗുഡ്. ഓക്കെ. ഇരുട്ടത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഏതായാലും ഐശു നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അന്നിങ്ങനെ പൊക്കി പറയുമ്പോ എനിക്കൊരു സന്തോഷമൊക്കെ, പക്ഷെ ബാക്കിൽ ഇരിക്കണ എനിക്ക് ചെറുതായിട്ടൊരു പേടി. ഐശോ എങ്ങനെയുണ്ട് ഡ്രൈവിങ്? എങ്ങനെയുണ്ട്? സ്മൂത്ത് ആയപ്പോ? എടുത്തപ്പോ ഒരു കച്ചക്കച്ച ഉണ്ട് എന്ന് പറഞ്ഞു. പേടിക്കാൻ പാടില്ല ഐശോ. നമ്മള് വണ്ടി ഓട്ടിയപ്പോ ഒരിക്കലും എന്താ പറയാ പേടിച്ചോണ്ട് വണ്ടി ഓട്ടരുത്. എങ്ങനെ? അവിടെ അമ്പാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്പല്ലല്ലോ, അത് മറ്റേ സ്ലാബ് ഇട്ടല്ലേ. ഐശു അല്ലേ തണുപ്പത്ത് നല്ല എൻജോയ് ചെയ്ത് വണ്ടി ഓട്ടിട്ടോ. ഈ ഡൈവിന് അയച്ചു ആദ്യമായിട്ടാണ് ഏതായാലും മഞ്ചേരിന്ന് വണ്ടി എടുത്താണ്ട് വെള്ളാമ്പ്രം എത്താനായിട്ടുണ്ട്. അല്ല ഗൈസ്, ഐശുവിന്റെ ഈ ഫേസ് കണ്ടിട്ട് കേക്ക് എന്താണ് തോന്നുന്നത്? ഐശുവിന് വണ്ടി ഓട്ടുമ്പോ പേടി ഉണ്ടോ അതോ പേടിയില്ലാത്ത പോലെ അഭിനയിക്കുകയാണോ? ഉള്ളില് പേടി ഉണ്ടായിട്ട് പുറത്തേക്ക് ചിരിക്കുകയാണോ? ഐശു എന്താ പറഞ്ഞേ? സ്ലോ ആയിട്ട് ഓട്ടണം. ഇപ്പൊ ഞാൻ എന്നെ വണ്ടി പഠിപ്പിക്കുകയാണോ അത് ചിന്ന പഠിപ്പിക്കുകയാണോ? അല്ല, ഇപ്പൊ ചില പെൺകുട്ടികൾ ആൺകുട്ടികൾ ഓട്ടുന്നതിനേക്കാളും നല്ല ഹൈമായിട്ട് ഓട്ടും. അല്ല, അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പെൺകുട്ടികളൊക്കെ ചില പെൺകുട്ടികളൊക്കെ കാറൊക്കെ ഓട്ടുന്നതാണ് എമ്മാ ലെവലായിട്ട് ഓട്ടുക. ആൺപിള്ളേർ ഓട്ടുന്നതിനേക്കാളും നെവറായിട്ട് ഒരു വണ്ടി എടുക്കും. ഇല്ല, ആ പറച്ചിലൊക്കെ ഇപ്പൊ നിന്നാണ്. പക്ഷെ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാ മതി, എന്താ മുന്നേ ഏതാണ് സൈഡ് ഏതാണെന്ന് അറിയാത്തൊരു ഹോട്ടലുണ്ട്, അത് ശ്രദ്ധിക്കണം. ഓല് ശ്രദ്ധിച്ചോന്നുള്ള മെയിന്റില് അങ്ങനെ വണ്ടി ഓട്ടരുത്. എപ്പോഴും നമ്മള് മാക്സിമം ശ്രദ്ധിക്കണം വണ്ടി ഓട്ടും. ഓക്കെ? നമ്മളെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല, നമുക്കും. അതെ 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 അതെ. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഐശുവിനെ ഡ്രൈവിംഗ് ആയിട്ട് ഒരു ഫണ്ണായിട്ട് എടുക്കാനേ ഞങ്ങൾ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞത് ഫണ്ണാക്കാൻ കഴിയില്ല. ഇതോടെ പോയി കൊയിഞ്ഞാടുവോ ഐശുഷാരെ? ഇല്ലല്ലോ, അത് മതി, ആ ഒരു കോൺഫിഡൻസ് മതി. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഫണ്ണാക്കാൻ കഴിയണില്ല ഗൈസ്. എന്താണ് ഐശു പേടി? പറഞ്ഞോ. സ്പീഡിൽ പോകുമ്പോ കുഴപ്പമൊന്നുമില്ല, നായ്ക്കളെ കാണുമ്പോ ഒന്ന് സൈഡാക്കി വേഗം ബ്രേക്ക് പിടിച്ചാൽ. ഓക്കെ? സംഭവത്തിൽ ഐശു വെച്ച് എല്ലാ ഡ്രൈവിങ്ങും പഠിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങോട്ട് പോകുമ്പോ വണ്ടി ഓട്ടൂല, കാറായാലും ബൈക്കായാലും ഞാൻ ഓട്ടൂല. ഈ വണ്ടി ഇങ്ങനെ ഓട്ടിയ ഞാൻ ഇങ്ങനെ സൈഡിൽ ഇരുന്നാണ്ട് ഇങ്ങനെ മമ്മൂട്ടിയാവും. എങ്ങനെ? അതോടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങോട്ട് വണ്ടി എടുത്തപ്പോ ഞാനാണ് വണ്ടി എടുത്തത്, പക്ഷെ എനിക്ക് അതിനേക്കാൾ വൈബായിട്ട് തോന്നുന്നുണ്ട് എന്റെ ബാക്കിൽ ഇരുന്നപ്പോ. ആ വളവാണ്. കേട്ടോ നോക്കണേ, വളവാണോ നിന്നോട്? അല്ല ഗൈസ്കളിത് കേക്കുണ്ടോ? ഐശു പുറത്തേക്ക് ചിരിക്കുന്നുണ്ട്, ബട്ട് ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ടോ?
ഐശു പേടിച്ചാണ്ട് വണ്ടി ഓട്ടാൻ പാടില്ല. അതുകൊണ്ട് ഇനി ഉള്ളില് ഭയം ഉണ്ടെങ്കിൽ ഇയാന്ന് പറയും. അപ്പഴേ ബാക്കിൽ ഇരിക്കണ എനിക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ. ചെറിയൊരു ഭയമുണ്ട്. ഉള്ള പോലെ പറയട്ടെ. പഠിച്ച റബ്ബേ കാത്തോളേ. പക്ഷെ ഐശുവിന്റെ ഡ്രൈവിങ് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നില്ല കേട്ടോ. നമ്മളന്ന് നിർത്തിയ സത്യമായിട്ട് പറയട്ടെ, ഐശു അനെ മോട്ടറാക്കിയല്ല. പിന്നെ നമ്മളെന്താ വെച്ചാല് ഒരാളെ ഡ്രൈവിങ് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വൈഫിനൊക്കെ ഡ്രൈവിങ് പഠിപ്പിക്കുക എന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ മോട്ടറാക്കണം. മാക്സിമം അവരെ കത്തിക്കണം. അപ്പൊ എന്താ ചെയ്യും, അപ്പൊ അവർക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് വരും. പക്ഷെ ഐശു അങ്ങനല്ല കേട്ടോ. ഇതിന്റെ ലെവലറിയാം. ഇതിന്റെ ലെവലറിയാം. എന്ത് ഇതിന്റെ ലെവലറിയും. ലെവലറിയോ? സ്വന്തം പോക്കല്ല കേട്ടോ. എന്താ എനിക്ക് എത്രത്തോളം ഉണ്ട് എനിക്കറിയാം. അറിയോ? ഇത് എത്രത്തോളം ടീച്ചർ പറഞ്ഞ? 150 ആയിട്ടുണ്ട്. 50 ആയിട്ടുള്ളൂ? 60 ഒക്കെ ആയിട്ടുണ്ടാവും. 60യോ? 100 എന്നാലും ഒരു 80 ആകുമ്പോ പറയണം കേട്ടോ. നിങ്ങൾ പറയും. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. ഞങ്ങള് രാത്രിയാണ് വീഡിയോ എടുക്കണ. ഫേസ് ചില ഭാഗത്തുനിന്ന് കാണുന്നുണ്ടാവൂല. വണ്ടിയിലെ ലൈറ്റ് വരുമ്പോ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ. എനിക്ക് റോഡ് ഒരു പരിചയമില്ല. അയാൾക്ക് പറഞ്ഞു ഇതെന്താ നേരെ പോവാന്നെ വളവുള്ളടത്തുനിന്ന് ഓടിക്കണം കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഐശു ഞാനിങ്ങനെ വണ്ടിമ്മ പോകുമ്പോഴേ എനിക്ക് ഫുൾ ടൈം വീഡിയോ എടുത്ത് നിൽക്കാൻ കഴിയണില്ല. അപ്പൊ ഐശുവിന്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഡ്രൈവിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഒരിക്കലും മറക്കരുത്, നിങ്ങൾ ഐശുവിന്റെ ഫേസ് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ ബൈ. ഐശു ഒരു ബൈ പറഞ്ഞ. ബൈ ബൈ. ബൈ ബൈ.